ഹായ്. ഇന്നലെ പോയി പേട്രിയറ്റ് കണ്ടിരുന്നു. ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഷോ അല്ല, ഒരു വൈകുന്നേരം 4:30 ഷോ കണ്ടു. വനിതയിലെ കണ്ടായിരുന്നു. അവൾ എടപ്പള്ളിയിലുള്ള സിനിപ്ലക്സിലാണ് കണ്ടത്. വനിത സിനിപ്ലക്സ് ആണ് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിടുമ്പോൾ അവിടെ പുതിയ തിയേറ്ററൊക്കെ വരുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ടായിരുന്നു. സിനിമ കാണാൻ കയറിയത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് വൈകിയാണ് ഞാൻ കയറിയത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായി. അവനും വൈകി, ഞാനും വൈകി. ഞാൻ ചെന്ന് കയറിയപ്പോൾ അവൻ്റെ അവിടെ ഇരിപ്പുണ്ടായി. അവൻ എന്നിട്ട് എന്നെ വിളിച്ച് വണ്ടി ഇരുട്ടായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. അറിയാലോ. പിന്നെ ഞാൻ ഞങ്ങളെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ആൾക്കാരെ ഉറപ്പിക്കണ ഒരു സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ കയറി അങ്ങ് ഇരുന്ന സീറ്റിൽ ഭാഗ്യത്തിന് സീറ്റ് അങ്ങനെ കണ്ടുപിടിച്ചങ്ങ് ഇരുന്നു. 10 മിനിറ്റ് എന്തോ കുറച്ച് ഫൂട്ടേജ് എനിക്ക് മിസ്സായി. സിനിമ തുടങ്ങിയ കുറച്ച് ഒരു സീനോ ഒരു ഷോട്ടോ 2-3 ഷോട്ട് എനിക്ക് മിസ്സായി. അങ്ങനെ സൈഡിൽ നിന്ന് ആളോട് ചോദിച്ചു. അതുപോലെ എൻ്റെ കൂട്ടുകാരനോടും ചോദിച്ചു എന്താണ് നടന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനും അറിയില്ല, അവൻ ലേറ്റ് ആയില്ലേ. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷ നൽകുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് ആയിരുന്നില്ല ഇതിൻ്റെ ടീസർ, ഇതിൻ്റെ പോസ്റ്റേഴ്സ്. ഈവൻ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ ഒരു ഒരു മമ്മൂട്ടി മോഹൻലാൽ റീയൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എവിടെ എനിക്ക് പേട്രിയറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയില്ല. ഇവൻ പൊതുവേ ഹൈപ്പിൽ അങ്ങനെ വലിയ വിശ്വസിക്കുന്ന ആളല്ല. ഹൈപ്പുള്ള സിനിമകൾ ഫോളോ ചെയ്യുക അങ്ങനത്തെ ഒരാളല്ല ഞാൻ. പക്ഷെ ഇങ്ങനത്തെ സിനിമകളെ പോയി കാണുകയും ചെയ്യും, അത് വേറെ കാര്യം. അതുപോലെ തന്നെ എമ്പുരാൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ കൂടുതൽ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയുടെ സ്റ്റാൻഡേർഡ് പിടിക്കാനാണ് മഹേഷ് നാരായണൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ചില സീനൊക്കെ കണ്ടപ്പോൾ ഏതൊക്കെയോ ഒരു പടത്തിൽ നിന്ന് അതുപോലെ ഇൻസ്പയർ ചെയ്തായിരിക്കും, എനിക്കറിയില്ല. ഞാൻ കാണാത്ത ഒരുപാട് സിനിമകളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അപ്പോൾ എവിടെയൊക്കെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു മേക്കിങ്ങിലായാലും ഇവൻ ഡയലോഗ്, ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മലയാളം ഡയലോഗ്സിൻ്റെ ഒരു ഒരു ഇത് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ വളരെ കുറവാണ് ആ ഒരു റേഷ്യോ. പിന്നെ ഈ സിനിമയുടെ ഒരു എസ്പിയണാജ് സ്റ്റൈലിലാണ് ഈ സിനിമ മഹേഷ് നാരായണൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മമ്മൂട്ടി മോഹൻലാൽ റീയൂണിയൻ എന്നൊരു സിനിമ വരുമ്പോൾ മോ രണ്ട് പേർക്കും ഈക്വലി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറല്ല രണ്ടുപേർക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ മമ്മൂക്കയുടെ കാര്യം പറയും, മമ്മൂക്ക അല്ലാതെ വ്ളോഗർ വിമദത്തൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ്, വ്ളോഗർ പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക് പോർഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് VFX ഭാഗങ്ങൾ കുറച്ച് മോശം, ഒരു കല്ലുകടിയായിട്ട് തോന്നി ചില ഭാഗങ്ങളിൽ. പ്രത്യേകിച്ച് ജെറ്റിൻ്റെ ഒരു സീനൊക്കെ ട്രെയിലറിൽ കണ്ടായിരിക്കും. ഫഹദ് ഫാസിലാണ് ജെറ്റ് ഓടിക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ അകത്ത് ശക്തി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വരുന്നത്. പിന്നെ രാജീവ് മേനോൻ ഉണ്ട് ഒരു മെയിൻ ആൻറ്റഗണിസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു മകനായിട്ട് നെപ്പോ കിഡായിട്ടാണ് ഫഹദ് ഫാസിലിൻ്റെ അത് കാണിക്കുന്നത്, ഒരു കോർപ്പറേറ്റ് വില്ലൻ. അതായത് നമുക്കറിയാം ശക്തി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഒരു കമ്പനീൻ്റെ, മൾട്ടി നാഷണൽ കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു IT ഫേമിൻ്റെ, IT എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഒരു കോർപ്പറേറ്റ് വില്ലൻ രീതിയിലാണ് ഫഹദിൻ്റെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നോക്കിയാണെങ്കിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഭയങ്കര പ്രഡിക്റ്റബിളാണ്. ഈ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ഈ ക്യാരക്ടർ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു, ഈ ക്യാരക്ടറിന് ചെയ്യാൻ പോകുന്ന മണ്ടത്തരങ്ങൾ വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് മഹേഷ് നാരായണ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റായിട്ട് എഴുതുന്ന ആളെയല്ല മഹേഷ് നാരായണൻ. നമ്മൾ ടേക്ക് ഓഫ് കണ്ടതാണ്, സിയൂസും കണ്ടത്. ഇവൻ മാലിക്കിൽ ആ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ലാസ്റ്റ് ഫഹദിനെ ചതിക്കുന്നു അതുപോലത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവസാനം കൊണ്ട് ആ ഒരു ട്വിസ്റ്റിൽ അതങ്ങ് കാണിക്കണം. അപ്പം അങ്ങനെ എഴുതുന്ന മഹേഷ് നാരായണൻ ഇതിലോട്ട് വന്നപ്പോഴേക്കും ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ട്, ഇവൻ കുഞ്ചാക്കോവൻ്റെ ആ ഒരു മൈക്കിൾ ദേവസി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, അപ്പോൾ ഈ കറപ്റ്റ് സിസ്റ്റത്തിൽ ഇരയായി നിൽക്കുന്ന ഒരാളായിട്ടാണ് കുഞ്ചാക്കോനെ കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക അതിനകത്തൊരു വ്ളോഗറാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ കറപ്റ്റ് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റിയിലെ പ്രശ്നങ്ങൾ, ഇതിനകത്ത് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ശരിക്കും ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പറയുന്ന കാര്യം ആക്ച്വലി റെലവൻ്റ് ആണ്. ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ സൈബർ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ പ്രൈവസി ഇൻവിഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനെ കുറേയും കൂടി ഒരുപാട് സംഭവങ്ങൾ ഈ പ്ലോട്ട് പോയിന്റ്സിൻ്റെ അകത്ത് വെക്കാമായിരുന്നു, ഒരുപാട് എഫക്റ്റീവായിട്ട് ഇനിയും ചെയ്യാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. പിന്നെ ലാലേട്ടനോട് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇതുപോലൊരു ക്യാരക്ടറാണ് എന്തിനാണ് ലാലേട്ടൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സംഭവമായിട്ട് മാത്രമേ, മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് മാത്രമേ എനിക്ക് ലാലേട്ടനെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാനായിട്ട് തോന്നിയുള്ളൂ. ഒരു ഒരു പുള്ളിക്ക് കൊടുക്കേണ്ട ഹീ ഡിസേർവ്ഡ്
ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ പുള്ളിയെ അങ്ങനെ മോശമായിട്ടോ ഈ ബബ്ബയിലൊക്കെ കാണിച്ച പോലെ വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മഹേഷ് നാരായണൻ ഒരിക്കലും ചെയ്യില്ല. അത്രയും സെൻസ് ഇല്ലാത്ത ആളല്ല മഹേഷ് നാരായണൻ. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് തുടക്കത്തിൽ ഒരു ഇൻട്രോ പോർഷൻ ഉണ്ട്, മമ്മൂട്ടിയുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന സമയത്തുള്ള ഒരു സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഷിൻ ശ്യാം നന്നായിട്ട് തന്നെ നല്ല മ്യൂസിക്കാണ്. പിന്നെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് ശരിക്കും ഒരു ഹോളിവുഡ് സിനിമയിലെ ഒരു പോലത്തെ ഒരു കട്ടിങ് പാറ്റേൺസ് ആയാലും അതൊക്കെ എനിക്ക് അങ്ങനെ ഏതൊക്കെ ഒരു സിനിമകളുടെ റെഫറൻസ് എടുത്ത് ചെയ്ത പോലെ തോന്നി. പക്ഷേ കാർ ചേസ് ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ എന്ന ആക്ടറിൻ്റെ ഒരു ബെസ്റ്റ് ആംഗിൾസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആക്ടറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുത്ത് ക്ലോസപ്പ് ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ ധൈര്യത്തോടെ വെക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. നല്ലൊരു ആക്ടറിൻ്റെ മുഖത്ത് പോയാൽ നമുക്ക് ക്ലോസപ്പ് വെച്ച് ധൈര്യത്തോടെ എടുക്കാൻ പറ്റുള്ളൂ. മോഹൻലാലിൻ്റെ മുഖത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലോസപ്പ് വെച്ചിട്ടൊക്കെ എടുത്ത് പൊളിച്ചെടുക്കാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് മോഹൻലാൽ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് നിങ്ങൾ ഈ ക്യാമറമാൻ എവിടേക്കോ ക്യാമറ ചെയ്യുക, ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ചില ഷോട്ടൊക്കെ എടുത്തേക്കുന്നു, മനസ്സിലാവണം. പുള്ളിക്കൊക്കെ ശരിക്കും കുടിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. അത് പുള്ളി പ്രസൻറ്റ് ചെയ്ത രീതി എനിക്ക് ചില സമയത്തൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ അല്ലാതെ നോക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. പ്രത്യേകിച്ച് 360 റിഗിൽ വെച്ചിട്ട് ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എഡിറ്റർ നന്നായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് സിനിമയുടെ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഇൻ്റർവെൽ ബ്ലോക്കിലൊക്കെ എത്തിക്കുന്ന ചില വഴികൾ അത്രയും നേരം നമ്മളിങ്ങനെ ബോറടിച്ച് ഇൻ്റർവെൽ എത്തുമ്പോൾ ഇങ്ങനെ കൊള്ളാം പോകുന്ന രീതിയിൽ എനിക്ക് ഈ സിനിമ ശരിക്കും പറഞ്ഞ സൈൻ വേവ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഇടയ്ക്കൊരു കുറേ ഹൈ തരും. കുറേ ഹൈ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ലാലേട്ടൻ പറഞ്ഞ ഭാഗത്ത് മാത്രമേ സിനിമയ്ക്ക് അതൊരു ഹൈ കിട്ടുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് സിനിമ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ടൈലൻഡ് എന്താ സംഭവിച്ചത്, എന്തിപ്പോൾ ഉണ്ടായ, അതായത് ഒരു ഹാഫ് ബേക്ക്ഡ് പ്രോഡക്റ്റ് നമ്മളിങ്ങനെ കണ്ടു തീർന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥയാണ് ഈ സിനിമ കണ്ടിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇന്നലെ എടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞിരുന്നു, പക്ഷേ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. കാരണം അതിൻ്റെ അകത്തൊരു ഫോക്കസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഫുള്ളാണെങ്കിൽ ഒട്ടും എനിക്കാണെങ്കിൽ അധികം പറയാനും പറ്റില്ല ഇന്നലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റ് വേറെ പറയുമ്പോൾ ദർശന രാജേന്ദ്രൻ പുള്ളിക്കാരത്ത് അടിപൊളിയായിട്ടുണ്ട്. സെറീൻ ഷിഹാബും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മലയാളി വിത്ത് UK ആക്സെൻ്റ് ഒക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി. സെറീൻ ഷിഹാബിനെ അറിയുമെന്ന് തോന്നുന്നു, ആട്ടത്തിലൊക്കെ അഭിനയിച്ച പുള്ളിക്കാരത്തി. പിന്നെ ആരൊക്കെയാ, പിന്നെ രേവതി മാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ റീയൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച സിനിമ എന്നൊരു ഫീല് പോലും ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ തോന്നുന്നില്ല, ആ ഒരു ഫീല് കിട്ടുന്നില്ല. അല്ലാതെ നോക്കുമ്പോൾ സിനിമ ഈസ് ഓക്കെ, ഒരു വൺ ടൈം വാച്ചാണ്. സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ, മോശം സിനിമയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അബവ് ആവറേജ് ഫീൽ മാത്രമേ കിട്ടുന്നു. മഹേഷ് നാരായണൻ ഇതിൽ കൂടുതൽ ഇവൻ സ്ക്രീൻ പ്ലേയിൽ ക്യാരക്ടേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയാലും അതൊക്കെ മഹേഷ് നാരായണൻ. ആ മാലിക്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ മാലിക്കിൽ ആ ഒരു ഓപ്പണിങ് ഷോട്ട് തന്നെ എന്തൊക്കിടുക ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ഓപ്പണിങ് ഷോട്ട് ഞാൻ മിസ്സായത് വേറെ കാര്യം, ഇത് ഞാൻ 10 മിനിറ്റ് വൈകിയാണ് കയറിയത്, പക്ഷെ അധികമൊന്നും മിസ്സായില്ല. അത് സിനിമ തുടങ്ങിയിട്ട് ഒരു 2-3 സീൻ എന്തോ കാണിച്ചു, 2-3 സീൻ അങ്ങനെ പറയാൻ പറ്റില്ല, 2-3 ഷോട്ട് എന്തോ കാണിച്ചു അങ്ങനെ. അപ്പം അങ്ങനെ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സീനൊക്കെ, മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ മിസ്സായിപ്പോയി തിയേറ്ററിലത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പേട്രിയറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.